ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തത്വബോധത്തിന് ശേഷം ഇപ്പൊ നമുക്ക് ഇന്ന് വിവേക ചൂഡാമണി എന്ന ശങ്കരാചാര്യസ്വാമിയുടെ പുതിയ ഒരു ഗ്രന്ഥം നമുക്ക് നോക്കാം. വിവേക ചൂഡാമണി വളരെ എന്താ പറയാ, നേരത്തെ തത്വബോധം പറഞ്ഞ പോലെ തന്നെ കുറെ കാര്യങ്ങൾ ആത്മീയ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞു തരുന്നത്. ഇതൊക്കെ പഠിച്ചിട്ട് വേണം നമ്മൾ ഭഗവത്ഗീത അതുമാതിരി ഉപനിഷത്തുകളൊക്കെ പഠിക്കാൻ. എന്നാലേ നമുക്കത് പൂർണ്ണമായിട്ടും അതിൽ കൂടെയുള്ള സന്ദേശം എന്താണ് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് എല്ലാം തരുന്ന ഒരു ഗ്രന്ഥമാണ് വിവേക ചൂഡാമണി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇവിടെ ആദ്യമായിട്ട് ശാസ്ത്രം എന്താണ് ശാസ്ത്രം? ശാസ്ത്രം എന്നാൽ ഏകപ്രയോജന ഉപനിബദ്ധം അശേഷാർത്ഥ പ്രതിപാദകം എന്ന് പറയും. ഏകപ്രയോജന ഉപനിബദ്ധം അശേഷാർത്ഥ പ്രതിപാദകം. അതായത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യ ബലത്തിനായിട്ട് ഉണ്ടാക്കപ്പെട്ടത്, ഒരു മുഖ്യ പ്രയോജനം, ഒരു മുഖ്യ ബലം അതുകൊണ്ട് കിട്ടണം. അതാണ് ശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉപനിബദ്ധം എന്ന വാക്ക് പറയുന്നത് ഉണ്ടാക്കപ്പെട്ടത്, അതിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ടത്. എന്തിനാണ്? ഏകപ്രയോജന, ഒരു മുഖ്യ പ്രയോജനത്തെ ഉദ്ദേശിച്ച് ഉണ്ടാക്കപ്പെട്ടതാണ് ശാസ്ത്രം. അശേഷാർത്ഥ പ്രതിപാദകം എന്നാൽ നേരത്തെ പറഞ്ഞ ഒരു മുഖ്യബലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഒരു മുഖ്യബലത്തെ കൊടുക്കാനുള്ള എല്ലാ അറിവിനെയും തരുന്നതാണ് അശേഷാർത്ഥ പ്രതിപാദകം എന്ന് പറഞ്ഞത്. മുഖ്യ പ്രയോജനമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അറിവിനെയും നൽകുന്നത് എന്നർത്ഥം. അപ്പോ വേദം എന്ന് പറഞ്ഞ എന്താണ്? അതൊരു ശാസ്ത്രമാണ്. വേദം എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രം. ആ ശാസ്ത്രത്തെ നോക്കുമ്പോൾ അത് നാലായിട്ട് കാണുന്നുണ്ട്. ഋക്, യജുസ്, സാമം, അഥർവം. അങ്ങനെ നാലായിട്ടാണ് വേദങ്ങളെ പറയുന്നത്. വേദത്തെ നമ്മൾ ശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് ഒരു പ്രധാന ലക്ഷ്യത്തിനായി ഉണ്ടാക്കപ്പെട്ടതും ആ ലക്ഷ്യം നേടാനുള്ള സകല അറിവുകളെയും അത് പ്രദാനം ചെയ്യുകയും ചെയ്യും. അപ്പോഴേ അത് ശാസ്ത്രമാവുള്ളൂ. വേദം നൽകുന്ന മുഖ്യ പ്രധാന ഫലം അഥവാ പ്രയോജനം എന്ത്? അതിനുവേണ്ടി എന്തൊക്കെ അറിവുകൾ ആ ശാസ്ത്രം തരുന്നു, അത്രയും നോക്കിയാലേ അത് നമുക്ക് മനസ്സിലാവും. ഏകപ്രയോജനം എന്ന് പറയുമ്പോൾ, ശാസ്ത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ ഏകപ്രയോജനമാണെന്ന് പറയും, മുഖ്യപ്രയോജനമാണെന്ന് പറയും. എന്താണ് ഇവിടത്തെ ഈ മുഖ്യപ്രയോജനം? അതാണ് മോക്ഷം അഥവാ മുക്തി. ഈ മോക്ഷം നേടാനുള്ള അറിവിനെയും മറ്റ് ഉപായങ്ങളെയും വേദം എന്ന ശാസ്ത്രം നമുക്ക് തരും. ഈ ശാസ്ത്രം മെയിനായിട്ട് പറയുന്നത് മോക്ഷമാണ്, മുക്തിയാണ്. ആ മോക്ഷത്തിന് അഥവാ മുക്തിയെ നേടാനായിട്ടുള്ള ഉപായങ്ങളെയും അതിനുള്ള അറിവിനെയും ഈ വേദം എന്ന ശാസ്ത്രം നമുക്ക് തരുന്നു. മോക്ഷം, മുക്തി എന്നതിന് ശാസ്ത്രം പല അർത്ഥങ്ങളും പല കാഴ്ചപ്പാടുകളിലൂടെയും വിശദീകരണം നമുക്ക് തരുന്നുണ്ട്. ചുരുക്കമാക്കി നോക്കിയാൽ പൂർണ്ണ മനസ്സംതൃപ്തി ആണ് മോക്ഷം. പൂർണ്ണ മനസ്സംതൃപ്തിയാണ് മോക്ഷം. ശാന്തി, അത് തന്നെയാണ് മോക്ഷം. ശാന്തി, അതാണ് മോക്ഷം. മനസ്സിനെ പൂർണ്ണ സംതൃപ്തിയാക്കി ഉള്ളൊരു നിലയിൽ എത്തിക്കുക. ഇത് വളരെ ലളിതമായൊരു അർത്ഥമാണ്. പക്ഷെ എളുപ്പമാണോ? ചെയ്യുന്നതിന് എളുപ്പമാണോ? ആ ഒരു അവസ്ഥയിൽ എത്തിക്കുന്നതിന് എളുപ്പമാണോ എന്ന് ചിന്തിച്ചാൽ അല്ല എന്ന് കാണാം. പൂർണ്ണ സംതൃപ്തി
മനസ്സിനുണ്ടാകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. വേറെ തരത്തിൽ പറയുമ്പോൾ ബ്രഹ്മത്തെ പ്രാപിക്കൽ എന്ന് പറയും. ബ്രഹ്മത്തെ പ്രാപിക്കൽ എന്ന് പറയും. പിന്നെ പറയുമ്പോൾ പറയും ഈശ്വരനെ പ്രാപിക്കൽ. അങ്ങനെ ഓരോരോ രീതിയിൽ അതിനെ പറയും. ഈശ്വരനെ പ്രാപിക്കൽ, അതാണ് മോക്ഷം എന്ന് കുറെ പേര് പറയും. ബ്രഹ്മത്തെ പ്രാപിക്കലാണ് മോക്ഷം എന്ന് കുറെ പേര് പറയും. ഈശ്വരൻ ആനന്ദസ്വരൂപമായതിനാൽ ആനന്ദസ്വരൂപത്തെ പ്രാപിക്കൽ, ആനന്ദത്തെ പ്രാപിക്കൽ എന്നും ഒരു കൂട്ടർ പറയും. വേറൊരു തരത്തില് മനസ്സിലെ ശോകത്തെ നീക്കുന്നതാണ് മോക്ഷം എന്ന് പറയും. മനസ്സിലെ ശോകത്തെ നീക്കൽ, ദുഃഖ നിവൃത്തി അഥവാ സുഖപ്രാപ്തി എന്നും പറയാം. ദുഃഖ നിവൃത്തി അഥവാ സുഖപ്രാപ്തി. വേദം എന്ന് പറഞ്ഞാൽ അറിവിനെ തരുന്ന ഒരു ഉപകരണം. അതാണ് വേദം, അറിവിനെ തരുന്ന ഒരു ഉപകരണം. കണ്ണ് എന്താ ചെയ്യുന്നത്? നമ്മുടെ കണ്ണ് ഒരു വസ്തുവിന്റെ രൂപത്തെക്കുറിച്ചും നിറത്തെക്കുറിച്ചും അറിവ് തരുന്നുണ്ട്. ചെവി ശബ്ദത്തെക്കുറിച്ച് ഒരു അറിവ് തരുന്നുണ്ട്. അതുപോലെ ഓരോ ഇന്ദ്രിയങ്ങളും ഓരോ തരം അറിവിനെ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ വേദം മോക്ഷം എന്ന ആ പദത്തെ പ്രാപിക്കാനായിട്ടുള്ള അറിവിനെ നമുക്ക് തരുന്നതാണ് വേദം. ഏത് തരം ഉപകരണമാണ്? കണ്ണ്, ചെവിയൊക്കെ ഒരു തരം ഇന്ദ്രിയങ്ങൾ എന്ന് പറയും. വേദം അപ്പൊ ഏത് തരം ഉപകരണമാണ് എന്നാൽ ശബ്ദപ്രമാണം എന്നാണ് പറയുക. വേദത്തിന് ശബ്ദപ്രമാണം, ശബ്ദരൂപമായ ഒരു ഉപകരണം. ശബ്ദരൂപമായ ഉപകരണം. പ്രമാണം എന്നുള്ളതിന് ഇൻസ്ട്രുമെന്റ് എന്നർത്ഥമുണ്ട്, ഉപകരണം എന്നർത്ഥമുണ്ട്. അപ്പോ ശബ്ദരൂപമായ ഒരു ഉപകരണം. വാക്യ ശബ്ദ രൂപം, വാക്യ ശബ്ദ രൂപം. നേരത്തെ പറഞ്ഞ ശാസ്ത്രലക്ഷണം, അതായത് ഒരു മുഖ്യ പ്രയോജനത്തെ പറയുകയും ആ മുഖ്യ പ്രയോജനത്തെ നേടുവാനുള്ള അറിവിനെ തരികയും ചെയ്യുന്നതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് എന്ന് നമ്മൾ നോക്കി. അപ്പോ ഈ പറഞ്ഞ ശാസ്ത്ര ലക്ഷണങ്ങൾ വേദത്തിന് ഏറ്റവും അനുയോജ്യമായിരിക്കുന്നു. അതിനാൽ വേദം ശാസ്ത്രമാണ്. വേദം പറയുന്ന ലക്ഷ്യം മോക്ഷം. ആ ലക്ഷ്യം നേടാനുള്ള എല്ലാ ഉപായങ്ങളും എല്ലാ അറിവും വേദം തന്നെ പറഞ്ഞു തരുന്നതിനാൽ വേദം ഒരു ശാസ്ത്രം തന്നെ ആണ്. അങ്ങനെയുള്ള ഈ അറിവ് തരുന്ന വേദത്തെ രണ്ടായിട്ട് വിഭജിച്ചാണ് നമ്മൾ നോക്കുന്നത്. ആദ്യ പകുതി, അവസാന പകുതി എന്ന് പറയും. പൂർവഭാഗം, ഉത്തരഭാഗം എന്ന് പറയും. ആദ്യ ഭാഗം സ്വല്പം വലുതാണ്, ഏതാണ്ട് 3/4 ഭാഗം എന്ന് തന്നെ പറയാം. അതിൽ കൂടുതൽ എഴുതോട്ട് കുറവല്ല. അവസാന ഭാഗം വളരെ ചെറുതുമാണ്. പൂർവഭാഗം കൂടുതലും ഉത്തരഭാഗം ചെറുതുമാണ്. ഇത് വേദത്തിന്റെ അവസാനത്തിൽ വരുന്നതിനാൽ ഈ ചെറിയ ഭാഗത്തിനെ വേദാന്തം എന്നും പറയും. വേദത്തിന്റെ അവസാനം വരുന്ന ഉത്തരഭാഗം വരുന്നതിനാൽ വേദാന്തം എന്ന് അതിനെ പറയും. ആദ്യ പകുതിയെ പൂർവഭാഗം എന്ന് പറയും. അതിനെ വേറൊരു പ്രശസ്തമായ പേരോടുകൂടി പറയും കർമ്മകാന്ഡം. ആദ്യത്തെ ഭാഗം കർമ്മകാന്ഡം, അവസാന ഭാഗം ഉത്തരഭാഗം അതിനെ ജ്ഞാനകാന്ഡം എന്നും പറയും. അപ്പൊ കർമ്മകാന്ഡം വളരെ ബൃഹത്തും ജ്ഞാനകാന്ഡം വളരെ ചെറുതുമാണ്. അതേസമയം അതിനെ പ്രാപിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് ജ്ഞാനകാന്ഡത്തിനാണ്. കർമ്മകാന്ഡം അത്രയും ബുദ്ധിമുട്ടുള്ളതല്ല. ഇപ്പോ വേദമെന്ന ശാസ്ത്രത്തെ കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം എന്ന് രണ്ടായി തിരിക്കാം എന്നാണ് ഇപ്പൊ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് കർമ്മകാന്ഡം എന്താണ് എന്നൊന്ന് നോക്കണം. കർമ്മകാന്ഡത്തിൽ പ്രധാനമായും 3 വിഷയങ്ങളാണ് വിശദമായി പറയുക. കർമ്മകാന്ഡത്തില് 3 പ്രധാന വിഷയങ്ങൾ പറയും. ഒന്നാമതായി പല പല കർമ്മങ്ങളെ പറയും. അതായത് യാഗങ്ങള്, ഹോമങ്ങള്, പൂജകള്, അങ്ങനെയുള്ള പ്രവൃത്തികൾ, അങ്ങനെയുള്ള കർമ്മങ്ങൾ. ഈ പ്രവൃത്തികൾ നമ്മുടെ ശരീരം, നമ്മുടെ വാക്ക് എന്നിവയെ പ്രധാനമായി ഉപയോഗിക്കുന്ന പ്രവൃത്തികളാണ്.
അതായത് യാഗങ്ങൾ, ഹോമങ്ങൾ, പൂജകൾ തുടങ്ങിയ ഈ കർമ്മങ്ങൾക്കെല്ലാം, ഈ പ്രവൃത്തികൾക്കെല്ലാം നമ്മുടെ ശരീരം, നമ്മുടെ വാക്ക് എന്നിവയെ പ്രധാനമായി ഉപയോഗിക്കപ്പെടുന്നു. കർമ്മം എന്ന് പറയുമ്പോൾ അതിനെ കായിക വാചിക ജന്യം എന്ന് പറയാം. കായിക വാചിക ജന്യം എന്നിവിടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഈ തരം പ്രവൃത്തികളെ കുറിച്ചുള്ള അറിവാണ് വേദം ആദ്യം തരുന്നത്. ഇങ്ങനെ കർമ്മപരമായിട്ട്, കർമ്മം ചെയ്യാനായിട്ടുള്ള, കായികമായിട്ടും വാചികമായിട്ടുമുള്ള മന്ത്രങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് കായികമായിട്ട് കർമ്മങ്ങൾ, പ്രവൃത്തികളെ ചെയ്യുവാനായിട്ടുള്ള അറിവിനെ വേദം ആദ്യം തരുന്നു. പലതരം യാഗങ്ങൾ, പലതരം പൂജകൾ, ഹോമങ്ങൾ മുതലായവ. രണ്ടാമതായിട്ട് കർമ്മകാണ്ഡം തരുന്നത് പലതരം ധ്യാനങ്ങളെ പറയും. പലതരത്തിലുള്ള ധ്യാനം, ഒന്നല്ല ഒരുപാട് തരത്തിലുള്ള ധ്യാനങ്ങളെ വേദം പറയുന്നുണ്ട്. ഇപ്പൊ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിനാൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തി. നേരത്തെ പറഞ്ഞത് കായികവും വാചികവും പറഞ്ഞു. ഇപ്പൊ പറയുന്നു മാനസികമായി ചെയ്യുന്ന പ്രവൃത്തികളെ വേദം പറയുന്നുണ്ട്. ധ്യാനങ്ങൾ എന്ന പേരിലാണ് അത് പറയപ്പെടുന്നത്. അത് കർമ്മകാണ്ഡത്തിലാണ്. മനസ്സിനാൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് മാനസം ധ്യാനം. ഇതിനെ ശാസ്ത്രം ഉപാസനം എന്ന് പറയും. ഇതിന് വേറൊരു പേരും കൂടെ ശാസ്ത്രം പറയും, ഉപാസനം. അപ്പൊ നേരത്തെ പറഞ്ഞ യാഗങ്ങള്, പൂജകള്, ഹോമങ്ങള് അങ്ങനെയുള്ളതെല്ലാം ഒരു വശം. പിന്നെ ഒന്ന് ഉപാസനം, ദേവതാധ്യാനത്തിന്റെ രീതികളും നിയമങ്ങളും ഒക്കെ അവിടെ പറയും. ഏതേത് ദേവതകളെ ധ്യാനിച്ചാൽ എന്താണ് ഫലം, എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, അതിന് എന്ത് മന്ത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത്, അതിന് ആ സമയത്ത് എങ്ങനെയാണ് ആ ജീവിത രീതി ചിട്ടപ്പെടുത്തേണ്ടത്, എന്തെല്ലാം വ്രതങ്ങൾ അനുഷ്ഠിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും ഉപാസനത്തിന്റെ കാര്യം വരുമ്പോൾ. അതിനെ ഭക്തി എന്ന് നമുക്കൊരു തരത്തിൽ പറയാം. ദേവതകളെ ആരാധിക്കുന്ന, ഉപാസിക്കുന്ന ഒരു രീതി, അതിനെ ഭക്തി എന്ന് നമുക്ക് ഒരു തരത്തിൽ പറയാം. മൂന്നാമതായിട്ട് ചില ഭാവനകൾ. അതായത് എങ്ങനെയാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത്. ഇവിടെ ഈശ്വരൻ തന്ന ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരം കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള, നമ്മുടെ മുമ്പിലുള്ള സകലമായ ഭോഗവസ്തുക്കളെയും എങ്ങനെ അനുഭവിക്കാം, അതിന്റെ ലിമിറ്റേഷൻസ് എന്താണ്, എത്ര വരെ നമുക്ക് മുന്നോട്ട് പോകാം, എന്ത് മൂല്യങ്ങളാണ് നമ്മളിവിടെ പാലിക്കേണ്ടത്. എല്ലാവർക്കും ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി, എല്ലാവർക്കും വേണ്ട സുഖ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്, അവനവന് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ മൂല്യം അനുസരിച്ച് എല്ലാവരും നല്ല മൂല്യത്തിൽ ജീവിച്ചാലേ എല്ലാവർക്കും ഒരുപോലെ ഈ സുഖജീവിതം ഇവിടെ നയിക്കാൻ പറ്റുള്ളൂ. അപ്പോ അത് എങ്ങനെ വേണം, എന്തെല്ലാം മൂല്യങ്ങളാണ് നമ്മൾ അവിടെ അനുഷ്ഠിക്കേണ്ടത്, ഏതെല്ലാം മൂല്യങ്ങളെ ജീവിതത്തിൽ ഉറപ്പാക്കണം എന്നുള്ളതൊക്കെ വേദത്തിൽ പറയുന്നുണ്ട്. ആദ്യത്തെ രണ്ടെണ്ണം, അതായത് കായികവും വാചികവും, പിന്നെ രണ്ടാമത് പറഞ്ഞ മാനസവും, അത് രണ്ടും ആക്ഷൻസിൽപ്പെടും, പ്രവൃത്തികളിൽപ്പെടും, കർമ്മം ചെയ്യുക എന്നുള്ളതിൽപ്പെടും. ഉപാസനയൊക്കെ കർമ്മം ചെയ്യലാണ്. മൂന്നാമത് പറഞ്ഞ കാര്യം, അതായത് വാല്യൂസിന്റെ കാര്യം, മനസ്സിലുള്ള ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഉള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളെ എങ്ങനെ അതിനെ സമീപിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്. ഒരു ഭാവനയാണ്. അപ്പൊ രണ്ടെണ്ണം ആക്ഷനും ഒരെണ്ണം ഭാവനയുമാണ് വേദം പറയുന്ന, കർമ്മകാണ്ഡത്തിൽ പറയുന്ന മൂന്ന് കാര്യങ്ങൾ. അപ്പൊ കായിക വാചിക പ്രവൃത്തികൾ, യാഗം, ഹോമം എക്സെട്ര ആക്ഷൻസും, പിന്നെ മറ്റേത് എന്താ പറഞ്ഞ മാനസികമായിട്ട് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏതാണ് വരിക, നമ്മൾ ആലോചിച്ചാൽ അറിയാം. മാതൃദേവോ ഭവ എന്ന് പറയുന്നുണ്ട്, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ, ശ്രദ്ധയാ ദേയം, അശ്രദ്ധയാ അദേയം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ എന്താണ്? നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയാണ് കാണിക്കുന്നത്. നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മുടെ മനസ്സിലെ സങ്കല്പം എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയും. അപ്പോ ഇങ്ങനെ ധാരാളം വാക്യങ്ങൾ, ചെയ്യേണ്ടതും നിർബന്ധമായിട്ട് നമ്മൾ അനുസരിക്കേണ്ട കാര്യങ്ങളെയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേദം തീർത്തും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെയും പറയുന്നുണ്ട്. അതും ആറ്റിറ്റ്യൂഡിലാണ് വരുന്നത്. അമ്മയെയും അച്ഛനെയും അതിഥിയെയും ഈശ്വരനായി കാണണം, ഭാവിക്കണം,
അതുപോലെ സത്യം വദ, ധർമ്മം ചര. ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമല്ലേ വേദത്തിലെ സത്യം വദ ധർമ്മം ചര. അപ്പൊ അതെന്താണ്? ആക്ഷനെയും ബാധിക്കും, ആറ്റിറ്റ്യൂഡിനെയും ബാധിക്കും. അപ്പോ ഏതുതരം ഗുണങ്ങളോടെ ജീവിക്കണം എന്നിവിടെ പറയുന്നുണ്ട്. സത്യം പറയണം, അങ്ങനെ ജീവിക്കാവൂ. ധർമ്മം ചര, ധർമ്മപരമായിട്ടേ ജീവിക്കാവൂ. ഇതൊക്കെയാണ് വേദം പറഞ്ഞു തരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഏത് ഭാവനയാണ് ധർമ്മം, ഏത് ഭാവനയാണ് അധർമ്മം, അത് പറഞ്ഞു തരുന്നുണ്ട്. ഏത് തരം പ്രവൃത്തി ധർമ്മം, ഏത് തരം പ്രവൃത്തി അധർമ്മം. അപ്പോ അധർമ്മത്തെ നീക്കണം, ധർമ്മത്തെ സ്വീകരിക്കണം എന്നും വ്യക്തമായി പറയുന്നുണ്ട്. കർമ്മകാണ്ഡത്തിൽ പറയുന്ന ഈ 3 കാര്യങ്ങളെയും ചേർത്ത് ധർമ്മശാസ്ത്രം എന്ന് പറയും. കർമ്മകാണ്ഡത്തിൽ പറയുന്ന 3 കാര്യങ്ങൾ എന്താണ്? ഒന്നുകൂടെ ഓർത്തു കഴിഞ്ഞാൽ, കായികവും വാചികവുമായ കർമ്മങ്ങള്, പിന്നെ ഉപാസന പോലെയുള്ള മാനസികമായിട്ടുള്ള കാര്യങ്ങള്, പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഓരോന്നിനോടുള്ള സമീപനം, വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ചേർത്തതാണ് ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. സർവധർമാൻ പരിത്യജ്യ എന്ന് ഗീതയിൽ പറയുമ്പോൾ ധർമ്മം എന്നത് വേദത്തിലെ കർമ്മങ്ങളും കടമകളുമാണ്. അതാണ് അവിടെ പറയുക. വേദത്തിലെ കർമ്മങ്ങളെയും കടമകളെയുമാണ് അവിടെ സർവധർമാൻ പരിത്യജ്യ. അത് ഏറ്റവും സൂപ്പർ ടോപ്പ് അവസ്ഥയാണ്. ജ്ഞാനത്തിന്റെ തൊട്ട് അടുത്ത് നിൽക്കുന്ന അവസ്ഥയാണ്. അത് കിട്ടിയാൽ ജ്ഞാനമായി. സർവധർമാൻ പരിത്യജ്യ എന്ന് വന്നാൽ ജ്ഞാനമായി. അവിടെ മാമേകം ശരണം വ്രജ. അപ്പൊ പിന്നെ ഭഗവാനേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അവിടെ ഒറ്റ സംഭവമുള്ളൂ, നമ്മളും ഭഗവാനും എല്ലാം ഒന്നായി ഒരേ ഒരു സത്യം മാത്രം അവശേഷിക്കുന്ന അവസ്ഥ. അപ്പോ അവിടെ പറയുന്ന സർവധർമാൻ എന്ന് പറയുന്നത് വേദത്തിലെ കർമ്മങ്ങളെയും കടമകളെയുമാണ്. ഇനി വേദത്തിന്റെ കർമ്മകാണ്ഡത്തിൽ പറഞ്ഞ കർമ്മം, ഉപാസന, ആറ്റിറ്റ്യൂഡ്, ഇവയെ നാം സ്വീകരിച്ചാൽ എന്ത് പ്രയോജനം? ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ, ഏത് കാര്യത്തിനും അതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം എന്നുള്ളൊരു ചോദ്യം എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും ഉടനെ അതുകൊണ്ട് എനിക്കെന്ത് ഗുണം എന്നൊരു ചോദ്യം എല്ലായിടത്തും വരും. അപ്പൊ അതുപോലെ വേദത്തെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഉപാസനയുടെ കാര്യം പറഞ്ഞു, പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ സ്വീകരിച്ചാൽ എന്താണ് പ്രയോജനം? അപ്പൊ ഈ കർമ്മകാണ്ഡത്തിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഫലം എന്ത്? അതിന്റെ 3 ഫലങ്ങളാണ് പറയുന്നത്. കർമ്മകാണ്ഡം പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ 3 ഫലങ്ങളെ പറയുന്നു. ഒന്ന്, ഒരാൾ നമ്മളോട് ചോദിക്കുന്നു എന്താണ് വേണ്ടത് എന്ന്. അപ്പൊ നമ്മൾ എന്തു പറയും? നമ്മൾ സാധാരണ നിലയ്ക്ക് നമ്മൾ ഉടനെ പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് സുഖം തരുന്ന പല പല ഭോഗവസ്തുക്കളെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, അല്ലെ? നമ്മൾ ഏറ്റവും താഴെ നിന്ന് തുടങ്ങി വേണം ഇത് മനസ്സിലാക്കാൻ. ഒരാൾ നമ്മളോട് ചോദിക്കുന്നു താങ്കൾക്ക് എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഉള്ളില് ആദ്യം വരുന്നത് ഇന്ദ്രിയങ്ങളെ, നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾക്ക് സുഖം തരുന്ന ഏതെങ്കിലും വസ്തുവിനെയാണ് നമ്മൾ ചോദിക്കുക. അതാണ് നമ്മൾ വേണമെന്ന് പറയുക. അപ്പോ അതിന്റെ ബേസ് എന്താണ്? നമുക്ക് സുഖം വേണം, അതാണ് നമ്മുടെ ആഗ്രഹം. സുഖം വേണം. മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും ഈ ലോകത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സുഖം ആണ്. എല്ലാ ജീവജാലങ്ങളും, മനുഷ്യർ മാത്രമല്ല, എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖമാണ്. സുഖത്തെ തേടിയാണ് യാത്ര. എല്ലാ യാത്രയും സുഖത്തെ തേടിയാണ്. ഈ ആഗ്രഹം സാധാരണമല്ല, വളരെ വളരെ ശക്തിയേറിയതും പഴകിയതുമാണ്. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഉള്ളിലുള്ള ഇന്ദ്രിയ സുഖങ്ങളെ ആഗ്രഹിച്ചുള്ള യാത്ര വളരെ വളരെ പഴയതാണ്, വളരെ വളരെ ശക്തിയേറിയതുമാണ്. തെറ്റല്ല, അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനെ പെട്ടെന്ന് വിടാൻ പറഞ്ഞാൽ സാധ്യമല്ല. അത് ഉപേക്ഷിക്കൂ, ഇത് ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എത്രയോ ജന്മജന്മങ്ങളായിട്ട്, എണ്ണാൻ പറ്റാത്തത്രയും ജന്മങ്ങളായിട്ട് നമ്മുടെ കൂടെ വരുന്നതാണ് ഈ സുഖത്തിനോടുള്ള ആഗ്രഹം,
അതായത് ഇന്ദ്രിയങ്ങൾ വഴി കിട്ടുന്ന സുഖത്തിന്റെ ആഗ്രഹം. അതിനാൽ അത് വിടാൻ പ്രയാസമാണ്. അതിനാൽ വേദം പറയുന്നു, ഈ ആഗ്രഹങ്ങളെല്ലാം വേദത്തിൽ പറഞ്ഞ ധർമാനുഷ്ഠാനങ്ങൾ വഴി അനുഭവിച്ചു കൊള്ളുക. ഇത് ആത്മീയ യാത്രയിലെ ഏറ്റവും നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആത്മീയതയിലേക്ക് കാലെടുത്ത് വെച്ചാൽ, സ്പിരിച്വാലിറ്റിയിലേക്ക് കാലെടുത്ത് വെച്ചാൽ എല്ലാം വിടണം എന്നൊരു തോന്നലുണ്ട് പൊതുവെ. അതുകൊണ്ട് തന്നെയാണ് ആരും ഈ വഴി ചിന്തിക്കാത്തത്. അങ്ങനെയൊന്നുമല്ല അതിന്റെ യഥാർത്ഥമായ കാര്യങ്ങൾ. ധർമ്മപരമായി ജീവിച്ച് ഈ ശരീരം കിട്ടിയത് ഇതെല്ലാം അനുഭവിക്കാൻ തന്നെയാണ്. ശരീരം പ്രാരബ്ധം വഴി ശരീരം വന്നിരിക്കുന്നത് കഴിഞ്ഞ ജന്മങ്ങളിലെ പാപപുണ്യങ്ങളെ അനുഭവിക്കാനാണ്. അപ്പോൾ പുണ്യം ഒരുപാട് ചെയ്തിട്ടുണ്ടാവും. ആ പുണ്യം ചെയ്തിരിക്കുന്നത് സുഖത്തെ ആഗ്രഹിച്ച് തന്നെയാണ്, അതും ഇന്ദ്രിയ സുഖങ്ങളെ ആഗ്രഹിച്ച് തന്നെയാണ്. കഴിഞ്ഞ ജന്മങ്ങളിൽ സാധിക്കാതിരുന്നതും അതേസമയം അത് നേടാനുള്ള അർഹതയ്ക്കായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ജന്മത്തില് ഒരു ശരീരം കിട്ടി, ഈ ശരീരം ഈ സുഖങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, അർഹതപ്പെട്ടതാണ്, അനുഭവിക്കുകയും ചെയ്യാം. അതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായിട്ടും നമുക്ക് അനുഭവിക്കാം, നമുക്ക് കിട്ടുന്ന സുഖങ്ങളെ അനുഭവിക്കാം, ഒരു തെറ്റുമില്ല അതിനകത്ത്. അതിനെ തന്നെയാണ് ഈശ്വരൻ ഈ വിഭവസമൃദ്ധമായ പ്രകൃതിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ മനുഷ്യനും അവനവന്റെ ടേസ്റ്റ് അനുസരിച്ച്, ഇഷ്ടമനുസരിച്ച്, ഇപ്പോ തണുപ്പ് കൂടുതൽ വേണ്ട ആൾക്കാർക്ക് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ താമസിക്കാം, ചൂട് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ താമസിക്കാം, മിതമായ കാലാവസ്ഥ മതി എന്നുള്ളവർക്ക് അങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കാം. ഏത് തരം എരിവ്, പുളി, എന്ത് വേണമെങ്കിലും, മധുരം എന്ത് വേണമെങ്കിലും പ്രകൃതിയിൽ നിന്ന് ലഭിക്കും. എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അപ്പൊ ഇതെന്തിനാണ് ഭഗവാൻ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്? കോടാനുകോടി ജനങ്ങളില് കോടാനുകോടി വൈവിധ്യമുണ്ട്. ആ വൈവിധ്യം അനുസരിച്ച് എല്ലാവർക്കും ജീവിക്കണം, എല്ലാവർക്കും സുഖമായി കഴിയാം. അതിനുള്ളത് ഈശ്വരൻ തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോ വേദം പറയുന്നു, ഇത് അനുഭവിച്ചുകൊള്ളൂ, ഒരു തെറ്റുമില്ല. അതിനാണ് ശരീരം തന്നത്. അനുഭവിക്കാൻ തന്നെയാണ്, പുണ്യം അനുഭവിക്കാൻ തന്നെയാണ്, സുഖം അനുഭവിക്കാൻ തന്നെയാണ്. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദുഃഖവും വരും കൂടെ, അതും അനുഭവിച്ചോണം. പക്ഷേ ധർമ്മപരമായിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ഒരു നിയമം ഇവിടെ ഉണ്ട്. ഈശ്വരന്റെ സൃഷ്ടിയിൽ ഒരു നിയമമുണ്ട്, ധർമ്മപരമായി ജീവിക്കണം എന്ന നിയമം. ആ ധർമ്മപരമായുള്ള ജീവിതത്തെ തെറ്റിച്ചാൽ, അധർമ്മത്തിന് പോയാൽ അതിൻ്റെതായ ഭവിഷ്യത്തുകൾ ഉണ്ടാവും. ധർമ്മപരമായിട്ട് ജീവിച്ചാൽ ഈ സുഖങ്ങളെ അനുഭവിക്കാം. അപ്പോ ഇഹലോക സുഖത്തിന് വേണ്ടിയിട്ടാണ് യാഗങ്ങളും ഹോമങ്ങളും പൂജകളും എല്ലാം. ഇഹലോക സുഖത്തിനാണ്. നമ്മൾ അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇഹലോക സുഖത്തിനല്ലേ. ഗണപതി ഹോമം വീട്ടിൽ നടത്തുന്നു, ഇഹലോക സുഖത്തിനല്ലേ. ഭഗവതി സേവ നടത്തുന്നു, ഇഹലോക സുഖത്തിനല്ലേ. എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ഇഹലോക സുഖത്തിന് തന്നെയാണ്. അതിൽ തെറ്റില്ല. ധർമ്മപരമായിട്ടായിരിക്കണം അവ നേടേണ്ടത് എന്നാണ് അടിവരയിട്ട് പറയുന്നത്. വേറൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് ഒന്നും നേടരുത്, വേറൊരാളെ നശിപ്പിച്ചുകൊണ്ട് ഒന്നും നേടരുത്. ധർമ്മപരമായി വേണ്ടതെല്ലാം നേടുക, അധ്വാനിക്കുക, ഫലം ഈശ്വരൻ തരും. ധർമ്മം കൊണ്ട് ലഭിക്കുന്നു ഇഹലോക സുഖം. ഇഹലോക സുഖം ധർമ്മം കൊണ്ടാണ് ലഭിക്കുന്നത്. ഇവിടെ അധർമ്മം വഴി പണം സമ്പാദിച്ച് സുഖം അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചോദിക്കും. അതിനിവിടെ മറുപടി പറയുന്നുണ്ട്. അധർമ്മപരമായി ഐശ്വര്യവും ധനവും ഒക്കെ സമ്പാദിച്ച്, ധാരാളം പണം സമ്പാദിച്ച് നമ്മുടെ മുമ്പിൽ തന്നെ, നമ്മുടെ തൊട്ടടുത്ത് തന്നെ, നമ്മുടെ കാഴ്ചയില് സുഖമായി അവർ ജീവിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെ എന്നൊരു സംശയം തോന്നാം. അതേസമയം അധർമ്മികൾ, അധർമ്മപരമായി ഈ ധനം സമ്പാദിക്കുന്നവർ പാപം എന്ന അദൃഷ്ടബലത്തെ കൂട്ടി വെക്കുന്നുണ്ട്. അത് നമുക്ക് കാണില്ല. അതാണ് അതിന്റെ അദൃഷ്ടം എന്നുള്ള പേര്, ദൃഷ്ടമല്ലാത്തത് എന്നുള്ളത് കൊണ്ടാണ്. ഈ അധർമ്മം ചെയ്യുന്തോറും പാപം എന്ന അദൃഷ്ടബലത്തെ കൂട്ടി വെക്കുന്നുണ്ട്. നമുക്കത് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ അദൃഷ്ടബലം എന്ന് പറയുന്നത്. ഏതുപോലെ എന്നാൽ, ഇപ്പൊ നമ്മൾ വീട്ടിലൊരു ഗണപതി ഹോമം നടത്തിയാൽ നമ്മുടെ പ്രാർത്ഥനകൾ, അവിടെ ആ കർമ്മം ചെയ്യുമ്പോൾ പ്രാർത്ഥനകൾ ഉണ്ടാകും. കർമ്മം അപ്പൊ ചെയ്ത് തീരും. ഗണപതി ഹോമം ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഗണപതി ഹോമം ചെയ്ത് തീരും. അപ്പോ ഉടനെ ഫലം നമുക്ക് കാണൂ? ഇല്ല.
പക്ഷെ അതിനൊരു ഫലമുണ്ട്. അത് അദൃഷ്ടമായ പുണ്യമാണ്. അദൃഷ്ടമായ പുണ്യഫലം അവിടെ ഉണ്ട്. അത് നമുക്ക് വിശ്വാസമുണ്ട്. അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്യുമ്പോൾ, പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ, വേറെ എന്തെങ്കിലും വിളക്ക് കത്തിക്കുമ്പോൾ, ഭദ്രദീപത്തിൽ എണ്ണ ഒഴിക്കുമ്പോൾ, ഇതിനൊക്കെ നമ്മളൊരു ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു പുണ്യത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുമാതിരി ദാനം കൊടുക്കുമ്പോൾ, ഒരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ, ഒരു പൊതുപ്രവർത്തനം പുണ്യമായിട്ട് കണക്കാക്കി ചെയ്യുമ്പോൾ, ഇതിനൊക്കെ നമ്മൾ അദൃഷ്ടമായ ഒരു ഫലത്തെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുണ്ട് അവിടെ. ആ ഫലം നമുക്ക് ലഭിക്കും. അത് അദൃഷ്ടമാണ്. എപ്പോ വരണു, എപ്പോ പ്രത്യക്ഷപ്പെടണു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ അദൃഷ്ട ഫലങ്ങൾ ഉണ്ട്. അതുപോലെ ഈ അധർമ്മമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പണം സമ്പാദിക്കുന്നവർക്ക് അദൃഷ്ടമായ പാപവും അവരുടെ പുറകെ ഉണ്ട്. അത് നമുക്കിപ്പൊ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് പല ജന്മങ്ങളും നമ്മൾ ഭൂമിയിൽ കാണുമ്പോൾ തന്നെ ജന്മങ്ങള് ദാരിദ്ര്യത്തിൽ പോയി ചില ജന്മങ്ങൾ ഉണ്ടാകുന്നു, അംഗവൈകല്യമുള്ള ചില ജന്മങ്ങൾ ഉണ്ടാകുന്നു, ഒരുപാട് കഷ്ടതകളുള്ള ജന്മങ്ങൾ ഉണ്ടാകുന്നു, ബുദ്ധിക്ക് വരെ മാന്ദ്യതയുള്ള ജന്മങ്ങൾ ഉണ്ടാകുന്നു. അതെന്താണ്? നമുക്കിപ്പോ കാണുമ്പോ ഒന്നും ഇല്ലല്ലോ, പ്രവൃത്തികളൊന്നും ആയില്ല, ജനിച്ചല്ലേ ഉള്ളൂ. അപ്പൊ എന്താണ്? അതാണ് ശാസ്ത്രം പറയുന്ന അദൃഷ്ട പാപ ഫലം. ഇനി മനുഷ്യജന്മമേ കിട്ടാതെ പോകുന്ന എത്രയോ ജന്മങ്ങളുണ്ട്. ഒരു ജന്മം കഴിഞ്ഞിട്ട് അടുത്ത ജന്മം മനുഷ്യജന്മമായിരിക്കില്ല. മൃഗങ്ങളായിട്ട് ജനിക്കും, അല്ലെങ്കിൽ മരങ്ങളായിട്ട് ജനിക്കും. അങ്ങനെ ചോയ്സ് ഇല്ലാത്തൊരു ജന്മം. അങ്ങനെ ജീവിച്ചു തീർക്കുക, പിന്നെ അടുത്ത ജന്മം വരും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും കൂടി ഉണ്ട്. അപ്പൊ പാപം എന്ന അദൃഷ്ടഫലത്തെ അവർ സമ്പാദിക്കുന്നു. എന്നാൽ ധർമ്മമനുസരിച്ച് പുണ്യം നേടുന്നവരാണ് നല്ല വഴിയിലൂടെ സഞ്ചരിച്ച് സുഖം അനുഭവിക്കുന്നത്. അവർ ഇഹലോക സുഖത്തെ അനുഭവിക്കുന്നുണ്ട്. ഇതെങ്ങനെയെന്നാൽ, ഒരു സുഖം അനുഭവിക്കാൻ 3 നിബന്ധനകളുണ്ട്. സുഖം എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ നമുക്ക് സുഖം എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അതിന് 3 നിബന്ധനകളുണ്ട് സുഖം അനുഭവിക്കുന്നതിന്. ഒന്ന്, സുഖം അനുഭവിക്കണമെങ്കിൽ നല്ല ഒരു ശരീരം വേണം. നല്ല ഒരു ശരീരം, ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിലേ സുഖം അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ശരീരത്തില് ഒരുപാട് അസുഖങ്ങളോ അംഗവൈകല്യമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സുഖ അനുഭവം നടക്കില്ലല്ലോ. ഇപ്പൊ നമുക്ക് നല്ലൊരു അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് സുഖാനുഭവം നടക്കുമോ? നടക്കില്ല. കയ്യോ കാലോ ഒടിഞ്ഞിരിക്കുമ്പോൾ പറ്റുമോ? പറ്റില്ല. ഒന്നും വേണ്ട, ജലദോഷം വന്നാൽ പോലും സുഖാനുഭവം ഇല്ലല്ലോ, നിസ്സാര കാര്യമാണ്. അപ്പൊ പോലും ഒരു സുഖാനുഭവം ഉണ്ടാവില്ല, ആകെ ഒരു സുഖമില്ല എന്ന് പറയും അല്ലെ. അപ്പോ ശരീരം ഒരു വലിയ വിഷയമാണ്. നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ശരീരം ഒരു വിഷയമാണ്. ഈ ശരീരം എന്ന ഉപാധിയിൽ ആരോഗ്യം, ബലം എന്നിവ വേണം. കർമ്മകാണ്ഡമനുസരിച്ച് ധർമ്മപരമായി ജീവിച്ചാൽ നല്ല ഉപാധി, അതായത് നല്ല ശരീരം ലഭിക്കും. ധർമ്മപരമായി വേദം പറയുന്ന രീതിയിൽ ജീവിച്ചാൽ തീർച്ചയായിട്ടും ഈ ജന്മം ഓൾറെഡി ഫിറ്റ് ആയിപ്പോയി. അടുത്ത ജന്മം തീർച്ചയായിട്ടും ധർമ്മപരമായി ജീവിച്ചാൽ നല്ല ശരീരം ലഭിക്കും. ഈ ജന്മത്തിൽ തന്നെ ഒരു പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ കുറെ കൂടെ ആരോഗ്യവും കാര്യങ്ങളും ഉണ്ടായേക്കാം, പാപങ്ങൾ കുറഞ്ഞാൽ, കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങൾ കുറഞ്ഞാൽ. അപ്പൊ അതിനും കുറെ കർമ്മങ്ങളുണ്ട്, പ്രായശ്ചിത്ത കർമ്മങ്ങൾ ധാരാളം ഉണ്ട്. അതുവഴി പ്രായശ്ചിത്തം ചെയ്ത് നമ്മൾക്ക് പാപങ്ങളെ കുറയ്ക്കാം. അപ്പൊ ശരീരത്തിലെ അസുഖം മാറാൻ നമ്മൾ മന്ത്രം ജപിക്കാറുണ്ട്, വേദത്തിൽ മന്ത്രങ്ങളുണ്ട്. ശരീരത്തിലെ അസുഖങ്ങൾ മാറാൻ പൂജകൾ ചെയ്യാറുണ്ട്, അർച്ചനകൾ ചെയ്യാറുണ്ട്, ഹോമങ്ങൾ ചെയ്യാറുണ്ട്, പല വഴിപാടും നമ്മൾ ചെയ്യാറുണ്ട്. അതിന് ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഫലമുണ്ട്. പാപത്തിന്റെ കാഠിന്യം കുറയും, പശ്ചാത്താപം ഉള്ളിലുണ്ടെങ്കിൽ മാത്രം. ഉള്ളിൽ പശ്ചാത്താപം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അവിടെ ഒരു റിസൾട്ട് ഉണ്ടാകും. അപ്പോ ഭോഗം അനുഭവിക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കർമ്മകാണ്ഡത്തെയാണ് എന്ന് സ്പഷ്ടമായല്ലോ. ഭോഗം അനുഭവിക്കാനായിട്ട് ഇഹലോക സുഖത്തിനായി നമ്മൾ ഉപയോഗിക്കുന്നത് കർമ്മകാണ്ഡത്തെയാണ്. യാഗങ്ങൾ ചെയ്യുന്നു, ഹോമങ്ങൾ ചെയ്യുന്നു, മന്ത്രങ്ങൾ ജപിക്കുന്നു, വഴിപാടുകൾ ചെയ്യുന്നു. അങ്ങനെ കർമ്മകാണ്ഡത്തെ ഉപയോഗിക്കുന്നു ഇഹലോക സുഖത്തിനായി. രണ്ടാമതായിട്ട് ശരീരമൊക്കെയാണ്. അപ്പൊ നല്ലൊരു ശരീരമുണ്ട്, അങ്ങനെ തന്നെ കൂട്ടുക. ഭോഗവസ്തുക്കൾ ജപിച്ചില്ലെങ്കിലോ? നല്ലൊരു ശരീരമുണ്ട്, സുഖമായിട്ട് നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നു. പക്ഷെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, പലതരം ഭക്ഷണങ്ങളിൽ കുറയാണല്ലോ നമുക്ക് ഇഷ്ടമുള്ളാവുക.
ആ ഇഷ്ടമുള്ള പദാർത്ഥങ്ങൾ ലഭിക്കാത്ത ഒരു സ്ഥലത്താണ് നമ്മുടെ ജനനമെങ്കിലോ വലുതായി വരുന്തോറും ആഗ്രഹം കൂടുന്നു, പക്ഷെ ആ വസ്തുക്കളൊന്നും അവിടെ ലഭ്യമല്ല. എന്ത് ചെയ്യാൻ പറ്റും? ആ സുഖ അനുഭവം നടക്കുവോ? നടക്കില്ല. ആഗ്രഹമുള്ളില് ഉണ്ട്, പക്ഷെ സുഖം ലഭിക്കില്ല. അപ്പോ വിഷയങ്ങൾ വേണം, ഐശ്വര്യം വരണം, ധനം വേണം. ഇതും കർമ്മകാണ്ഡത്തില് പല പ്രവൃത്തികള്, പല പൂജകള്, പല പ്രാർത്ഥനകള്, പല വേദസൂക്ത ജപങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിനൊക്കെ, ഇല്ലേ? ശ്രീ സൂക്തം എന്തിനു വേണ്ടിയിട്ട് ജപിക്കുന്നത്? ഐശ്വര്യം വരാനായിട്ട് ജപിക്കുന്നു. ദുർഗാസൂക്തം എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടൊക്കെ മാറാനായിട്ട് ദുർഗാസൂക്തം ജപിക്കുന്നു. ഇങ്ങനെ ധാരാളമുണ്ട്. ശ്രീരുദ്രം സകല പാപങ്ങളും നശിച്ചു പോകാനായി ശ്രീരുദ്രം ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ധാരാളം വഴിപാടുകളുണ്ട്. ഓരോരോ മൂർത്തികളുടെ അടുത്ത് ഓരോരോ പ്രത്യേക രീതിയിലുള്ള വഴിപാടുകൾ, ഓരോരോ ദേശത്തില് ഓരോരോ വഴിപാടുകൾ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊന്നും വെറുതെ അല്ല, അതിനൊക്കെ അതിൻ്റെതായ ഫലങ്ങൾ ഉണ്ട്, മനസ്സിൽ പശ്ചാത്താപം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോ പ്രാർത്ഥന, ഉദ്യോഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, നല്ല ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും, നല്ല വിദ്യാഭ്യാസം കിട്ടാനായി പ്രാർത്ഥിക്കും, സാരസ്വതം മേടിച്ച് കഴിക്കും, മേധാസൂക്തം ധാരാളം ജപിക്കും, ഓർമ്മ നിൽക്കുവാനായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലും. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെല്ലാം ഫലമുണ്ട്. അതുകൊണ്ടാണല്ലോ വീണ്ടും 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 അത് ചെയ്യുന്നത്. അപ്പൊ കർമ്മകാണ്ഡത്തില് ശരീരം ഉണ്ട്, അടുത്തതായിട്ട് സാഹചര്യം, ശരിയായിട്ടുള്ള സാഹചര്യങ്ങള് അല്ല, അനുഭവിക്കാനുള്ള വസ്തുവകകൾ കിട്ടണം. അനുഭവിക്കാനുള്ള വസ്തുക്കൾ, നമുക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ നമ്മുടെ മുന്നിൽ വന്നു ചേരണം. ഇത് രണ്ടാമത്തെ കണ്ടീഷൻ. 3, ശരീരം ഓക്കെയാണ്, ഈ വസ്തുക്കളും വന്നിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ, നമുക്ക് ആവശ്യമുള്ള ഭോഗവസ്തുക്കളെല്ലാം ഉണ്ട്, ശരീരവും നല്ല ആരോഗ്യമായിരിക്കുന്നു, പക്ഷേ സാഹചര്യം ശരിയല്ല. ഒരു വലിയ ലഹള നടക്കുന്നു. നമുക്ക് ഇഷ്ടംപോലെ സ്വത്തുണ്ട് വീട്ടില്, പക്ഷെ ഏത് സമയവും സ്വത്ത് എല്ലാം അപഹരിച്ചു കൊണ്ടുപോകാം. വലിയ ലഹള നടക്കുന്നു, കൊള്ള നടക്കുന്നു. ഒന്നും വേണ്ട, എല്ലാ സൗകര്യങ്ങളുമായിട്ടിരിക്കുന്നു, ധാരാളം പണം, ഭോഗവസ്തുക്കൾ എല്ലാം ഉണ്ട്. പൊടുന്നനെ ഒരു വെള്ളപ്പൊക്കം, എല്ലാം നശിച്ചു. അല്ലെങ്കിൽ കൊടും വരൾച്ച, വെള്ളം പോലും കുടിക്കാൻ കിട്ടുന്നില്ല. ഇഷ്ടംപോലെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്, കോടികൾ അക്കൗണ്ടിൽ കിടപ്പുണ്ട്, ശരീരത്തിന് നല്ല ആരോഗ്യവുമുണ്ട്. പെട്ടെന്ന് വരൾച്ച ബാധിച്ചു. ഇതിപ്പോ ബാംഗ്ലൂരൊക്കെ പറയുന്നു, പെട്ടെന്ന് അതിശക്തമായ വരൾച്ച വന്നു, കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല. പോയില്ലേ, സകല സുഖവും പോയില്ലേ. ഇങ്ങനെ സാഹചര്യങ്ങൾ ഒരുപാട് പ്രശ്നം. ഇപ്പൊ കോവിഡ് വന്നപ്പോ എന്താണ്ടായേ? സാഹചര്യമാണ് അവിടെ, അല്ലെ? ശരീരത്തിന് കുഴപ്പമില്ല, കോവിഡ് വരാത്ത ആൾക്കാർ, ഒരു കോവിഡ് വന്നിട്ടില്ല, വീട്ടിലിരിപ്പുണ്ട്, എല്ലാ സാധനങ്ങളും പുറത്ത് പല കടകളിലും ഒക്കെ ഉണ്ട്, ഒന്നും എടുക്കാനും മേല, പുറത്തോട്ട് പോകാനും മേല, സംഘടിപ്പിക്കാനും മേല, ഒന്നുമില്ല. വീട്ടിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് 1-2 ആഴ്ചകളൊക്കെ കഴിഞ്ഞുകൂടേണ്ടവന്ന്, മാസങ്ങൾ കഴിഞ്ഞുകൂടേണ്ടവന്ന സാഹചര്യങ്ങളും ഉണ്ടായി. അപ്പൊ അവിടെ ശരീരം മാത്രം പോരാ, വസ്തുക്കൾ മാത്രം പോരാ, നമുക്ക് കിട്ടുന്ന സാഹചര്യവും അനുകൂലമായിരിക്കണം. അപ്പോ ഇഹലോക സുഖം എന്നത് നേടാനായിട്ട് ഈ 3 കാര്യങ്ങളും കൂടിയേ തീരും. ഐസ്ക്രീം കഴിക്കാൻ വളരെ താല്പര്യമുള്ള ഒരാൾക്ക് ഹിമാലയത്തിലാണ് ജോലിയുടെ പോസ്റ്റിംഗ് കിട്ടിയത്. അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം, എന്നും ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മദ്രാസിൽ ജോലിയായിരുന്നു, ധാരാളം ഐസ്ക്രീം കഴിച്ചു, ഭയങ്കര ഇഷ്ടമാണ്, ഡെയിലി 2-3 ഐസ്ക്രീം കഴിക്കും. പെട്ടെന്നാണ് ഹിമാലയത്തിലേക്ക് ഒരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ആയത്. നല്ല തണുപ്പ്, കൊടും തണുപ്പാണ്. അപ്പൊ ഈ മനസ്സിലെ ഈ ആഗ്രഹം അവിടെ നിറവേറ്റാൻ പറ്റുമോ? പറ്റില്ല, സാഹചര്യം മാറിപ്പോയി. ഇങ്ങനെ എത്രയോ ഉദാഹരണം നമ്മൾ നോക്കിയാൽ കാണാം. അപ്പൊ എന്താണ് അവിടെ ചെന്നപ്പോൾ തോന്നുക? അവിടെ ചൂട് കാപ്പി അതല്ലേ അവിടെ വേണ്ടത്, ഐസ്ക്രീം അല്ലല്ലോ. ഇങ്ങനെ പല പല മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോ ഐസ്ക്രീം കഴിക്കണമെന്ന ആഗ്രഹം നിറവേറ്റാൻ പറ്റിയതല്ല. അപ്പോ വസ്തുവും ശരീരവും തമ്മിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും സംബന്ധം പുലർത്താൻ പറ്റില്ല. അതിന് സാഹചര്യം അനുകൂലമായാൽ മാത്രമേ ആ വസ്തുവും ശരീരവും തമ്മിലുള്ള സംബന്ധം ഉണ്ടാക്കാനും പറ്റുള്ളൂ. പിന്നെ അപ്പൊ ഇഹലോക സുഖത്തിന് 3 കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു കൂട്ടരുണ്ട്, എന്താണ്? മരണശേഷവും അടുത്ത ലോകത്തിലും ഈ ശരീരം വിട്ട് വേറെ ഒരു ലോകത്തിലേക്ക് ഞാൻ പോയാലും എനിക്ക് സുഖഭോഗങ്ങൾ അവിടെ കിട്ടണമേ ഭഗവാനെ. ഇവിടെ എനിക്ക് കുറെ കഷ്ടപ്പാടായിരുന്നു, ഈ കഷ്ടപ്പാടൊന്നും അടുത്ത ജന്മത്തില് വേറെ ഏതെങ്കിലും ലോകത്തിൽ ഞാൻ പോവുകയാണെങ്കിൽ
അങ്ങനെ ഉണ്ടാകരുതേ, അവിടെ എനിക്ക് എല്ലാ സുഖങ്ങളും ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരും അതിനുവേണ്ടി കർമ്മം ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ കർമ്മകാണ്ഡം പറയും, ഈ യാഗം ചെയ്താൽ ഇതിന് സ്വർഗപ്രാപ്തി ഉണ്ടാകും. ഈ യാഗത്തിന്റെ ഫലം സ്വർഗപ്രാപ്തിയാണ്. ഇവിടത്തെ കാര്യങ്ങളല്ല, വേദത്തിലുണ്ട് അങ്ങനെ സ്വർഗപ്രാപ്തിക്കായിട്ട് യാഗം. സ്വർഗകാമോ യജേത എന്ന് പറയുന്നത് അങ്ങനെ ഒരു യാഗത്തിന്റെ വാക്കിലാണ്. പിന്നെ ചില ദാനങ്ങൾ കൊടുക്കുമ്പോൾ, മരണശേഷം ചില ദാനങ്ങൾ കൊടുക്കുമ്പോൾ പറയും, ഈ മരിച്ച ആളുടെ സൂക്ഷ്മ ശരീരം ഇന്ന സ്ഥലത്തുകൂടെ പോകും, അത് കടന്നു പോകുന്നതിനാണ് ഈ ദാനം ചെയ്യുന്നത്, അവിടുത്തെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനാണ് ഈ ദാനം, പശുദാനം, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ഇതൊക്കെ അടുത്ത ലോകത്തിലെ സുഖത്തിനെ നേടിക്കൊടുക്കുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതും കർമ്മകാണ്ഡം പറയുന്നുണ്ട്. അപ്പോ ഇഹലോകം കഴിഞ്ഞ് പിന്നെ അടുത്ത ലോകം, പരലോകം എന്ന് പറയാം. അപ്പൊ സ്വർഗം, പരലോക സുഖത്തെ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള, സ്വർഗത്തെ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള, പരലോക സുഖത്തെ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ, അതും കർമ്മകാണ്ഡത്തിൽ തന്നെയാണ് പറയുന്നത്. അപ്പൊ ധർമ്മജീവിതം വഴി പുണ്യവും ധ്യാനവും മറ്റും ചെയ്ത് ബ്രഹ്മലോകപ്രാപ്തിയെയും കർമ്മകാണ്ഡം പറയുന്നുണ്ട്. നല്ല പുണ്യപ്രവൃത്തികൾ ചെയ്യുക, അതിശക്തമായ ധ്യാനം ചെയ്യുക, ബ്രഹ്മലോകപ്രാപ്തി ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പൊ സ്വർഗത്തിനും അപ്പുറം ബ്രഹ്മലോകപ്രാപ്തി, മോക്ഷമല്ലാപ്പോഴും ബ്രഹ്മലോകപ്രാപ്തി, അത്രയേ ഉള്ളൂ. ബ്രഹ്മലോകപ്രാപ്തിയിലും അടുത്ത പ്രളയം കഴിഞ്ഞ അടുത്ത യുഗത്തില് വീണ്ടും ശരീരം എടുക്കേണ്ടി വരും. അപ്പൊ ബ്രഹ്മലോകപ്രാപ്തി കൊണ്ട് ഒരിക്കലും അത് മോക്ഷപ്രാപ്തിയല്ല, സുഖത്തിന്റെ ഏറ്റവും അറ്റത്തെ ഒരു സ്ഥലം എന്നേ പറയാം. അപ്പോ ഇഹലോക സുഖം, പരലോക സുഖം, ഇത് രണ്ടും കർമ്മകാണ്ഡത്തിന്റെ ഫലമാണ്. ഇനി ആരാണ് ഈ കർമ്മകാണ്ഡത്തെ സമീപിക്കുന്നവർ? ആരാണ് ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നവര്? ഫലത്തിൽ ആഗ്രഹങ്ങൾ ഉള്ളവരെല്ലാം കർമ്മകാണ്ഡം സാധനയായി ചെയ്യുന്നു. ഫലത്തിൽ ആഗ്രഹമുള്ള എല്ലാവരും കർമ്മകാണ്ഡത്തെ പിന്തുടരുന്നു. ഒരു കാര്യം വേണം എന്ന് ആഗ്രഹമുള്ളവർ എല്ലാവരും ഓരോരോ സാധനകൾ ചെയ്തുകൊണ്ട് കർമ്മകാണ്ഡത്തെ പിന്തുടരുന്നവരാണ്. പല ഫലത്തിന് പലതരം യാഗങ്ങൾ, പലതരം ഹോമങ്ങൾ, പലതരം പൂജകൾ എന്നിവയെല്ലാം ചെയ്യാം. കർമ്മകാണ്ഡത്തിൽ ഈ കർമ്മങ്ങൾ ചെയ്യാനുള്ള അറിവ് നമുക്ക് ലഭിക്കും. എങ്ങനെ ചെയ്യണം, എന്തെല്ലാം വസ്തുക്കൾ അതിന് സ്വരൂപിക്കണം, എത്ര പ്രാവശ്യം മന്ത്രങ്ങൾ ജപിക്കണം, എത്ര പേരിരുന്ന് ചെയ്യണം, എത്ര തരം ഹോമദ്രവ്യങ്ങൾ വേണം ഹോമത്തിന്, ഏതെല്ലാം പുഷ്പങ്ങൾ എടുക്കാം, ഏതെല്ലാം പാത്രങ്ങൾ ഉപയോഗിക്കാം, അഗ്നി എങ്ങനെ ജ്വലിപ്പിക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് വേദത്തില് പറയുന്നുണ്ട്. ഇതെല്ലാം ഓരോരോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിനെ ഇങ്ങനെ ഒരു അറിവ് മാത്രം ലഭിച്ചാൽ, വേദം വായിച്ച് നമുക്ക് ഇപ്പൊ ഗണപതി ഹോമം ചെയ്യാൻ ഇന്ന കാര്യങ്ങൾ വേണം, ഇന്ന പാത്രങ്ങൾ വേണം, ഇത്രയും നെയ്യ് വേണം, ഇത്രയും ചമത വേണം എന്നൊക്കെ അറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇതാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. കർമ്മകാണ്ഡത്തെ സംബന്ധിച്ച് ഒരു അറിവ് കിട്ടുന്നു, ഒരു പൂജയെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നു, ഒരു ധ്യാനത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നു, ഒരു അർച്ചനയെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നു. ഈ അറിവുകൾ കൊണ്ട് മാത്രം എന്തെങ്കിലും ഫലം ഉണ്ടാവുമോ? ഒരു ഫലവും ഉണ്ടാവില്ല. പിന്നെ എപ്പോഴാണ് അതിന്റെ ഫലം വരുന്നത്? ഇപ്പൊ ദാനം ചെയ്താൽ പുണ്യമുണ്ട് എന്നറിഞ്ഞാൽ നമുക്ക് പുണ്യം വരുമോ? ദാനം കൊടുത്താൽ, നിറയെ ദാനം കൊടുത്താൽ നല്ല പുണ്യം ഉണ്ടാവും കേട്ടോ എന്ന് പറയും. ശരി, അതൊരറിവാണ്. ആ അറിവ് കൊണ്ട് പുണ്യം വരുമോ? വരില്ല. ദാനം ചെയ്താലേ പുണ്യം വരൂ. അതുപോലെ കർമ്മകാണ്ഡത്തില് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു അറിവായിട്ട് നമുക്ക് വന്നതുകൊണ്ട് മാത്രം പ്രയോജനം ഉണ്ടാവുകയില്ല. ഈ അറിവിനെ പ്രാവർത്തികമാക്കിയാലേ പ്രയോജനം ലഭിക്കൂ. അതാണ് കർമ്മകാണ്ഡത്തിന്റെ പ്രത്യേകതയും. കർമ്മകാണ്ഡത്തിലെ അധികാരി കർമ്മബലം ആഗ്രഹിക്കുന്നവരാണ്. കർമ്മകാണ്ഡത്തിന് ആരാണ് അധികാരി? കർമ്മബലം ആഗ്രഹിക്കുന്നവര്. ചില സാധനകള്
അല്ല, ചില സാധകന്മാർ, ചില മനുഷ്യർ ഏതോ മുജ്ജന്മ പുണ്യം വഴി, വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ഭാഗമാണ്, ചില സാധകന്മാർ, ചില മനുഷ്യർ ഏതോ മുജ്ജന്മ പുണ്യം വഴി അവരുടെ മനസ്സിലെ ഒരു പക്വത, അവരുടെ മനസ്സിലൊരു പക്വത അല്ലെങ്കിൽ ഒരു അറിവ് അവരുടെ മനസ്സിൽ വരും. എന്താണത്? ഈ ഇഹലോക സുഖത്തിലും കേട്ടറിഞ്ഞ പരലോക സുഖത്തിലും ചില കുറവുകൾ ഉണ്ടല്ലോ എന്നവർക്ക് തോന്നും. എങ്ങനെയാ തോന്നുന്നത്? ഒരു സുഖം വരുന്നു, കുറച്ചു നാളുകൊണ്ട് ആ സുഖം തീരുന്നു, ഒരു ദുഃഖം വരുന്നു. പിന്നീടും ആ ദുഃഖം പെട്ടെന്ന് മാറിപ്പോകുന്നു, വേറൊരു സുഖം വരുന്നു. ആ സുഖം വളരെ കുറച്ച് നിമിഷമേ നിൽക്കുന്നുള്ളൂ, ഉടനെ അപ്രത്യക്ഷമാകുന്നു. വേറൊരു ശോകം വരുന്നു, ആ ശോകം കൂടുതൽ കാലം നിൽക്കുന്നു. പിന്നെ അത് പോകുന്നു, ഒരു സുഖം വരുന്നു. ആ സുഖം ചിലപ്പോൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നു. പിന്നെ അപ്രതീക്ഷിതമായിട്ട് അതിശക്തമായ ഒരു ശോകം വരുന്നു. ഇങ്ങനെ കുറെ പ്രായം കൊണ്ട് ഇത് കണ്ട് മനസ്സിലാക്കി അനുഭവിച്ച് വരുമ്പോ ഒരു ജീവന് അയാളുടെ പൂർവജന്മ സുഹൃതം കൊണ്ട്, പൂർവജന്മ സുഹൃതം വളരെ ആവശ്യമാണ്. പൂർവജന്മങ്ങളിലുള്ള ഈശ്വര വിശ്വാസം കൊണ്ടും സാധനകൾ കൊണ്ടും പൂജകൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും സത്കർമ്മങ്ങൾ കൊണ്ടും എന്താ പറയുക, സത്സംഗം കൊണ്ടും ഒരറിവുണ്ടാകും. ഇവിടെ ഈ കാണുന്നതൊന്നും ശാശ്വതമായതല്ലല്ലോ, എനിക്ക് ശാശ്വതമായ ഒരു സുഖം ലഭിക്കുന്നില്ലല്ലോ, നിരന്തരമായ ഒരിക്കലും മാറാത്തതായ ഒരു സുഖം ലഭിക്കുന്നില്ലല്ലോ എന്നൊരു തോന്നലുകൾ വരും. അതായത് ഇവിടെ കിട്ടുന്ന എല്ലാത്തിനും ചില കുറവുകൾ അതിനകത്ത് തന്നെ ഉണ്ടല്ലോ എന്നൊരു തോന്നല് വരും. അവരുടെ മനസ്സിൽ അത് വരും. ഇവർ സുഖം അനുഭവിക്കുന്നുണ്ട് എങ്കിലും അതിലൊരു അനിത്യത്വം കാണും. അപ്പൊ നമ്മുടെ അവസ്ഥ തന്നെയാണത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവസ്ഥയാണ്. നമ്മളിപ്പോ ഇതിനകത്ത് കേൾക്കുന്ന എല്ലാവരും നമ്മൾ ഒരുവിധപ്പെട്ട സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ്. സാഹചര്യങ്ങൾ നല്ലതാണ്, ശരീരവും വലിയ കുഴപ്പമില്ല, ഒരുവിധം സുഖങ്ങളെല്ലാം അനുഭവിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നവരാണ്. ഒരുവിധം ഈ പ്രായത്തില് നേടേണ്ട കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാം നേടി അനുഭവിച്ചവരാണ്. പക്ഷെ എന്തോ ഒരു കുറവുണ്ട്, ഇതല്ല നേടേണ്ടത് എന്ന് തോന്നിയത് കൊണ്ടാണ് ഉപനിഷത്ത് പഠിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നതും. ഇപ്പോ നമ്മൾ കുറച്ച് ഉപനിഷത്തും തത്വബോധവും ഇപ്പിത വിവേക ചൂടാമണി നമ്മൾ പഠിക്കുന്നതും അനിത്യമായ സുഖത്തിനെ തേടുകയല്ല വേണ്ടത്. നിത്യമായ ഒരു സുഖം, ഒരു ഈശ്വര പ്രാപ്തി, ഒരു മോക്ഷം എന്ന ഒരു കാര്യമുണ്ട്. ഈശ്വരനും ഞാനും ഒന്നെന്ന് തിരിച്ചറിയണം. മനുഷ്യ ജന്മം കിട്ടിയിരിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിനാണ് എന്ന ഒരു തോന്നൽ നമുക്കുണ്ടായി. മറ്റെല്ലാ സുഖത്തിനെക്കാട്ടിലും അപ്പുറമാണ് ഈ ഈശ്വര സാക്ഷാത്കാരം എന്ന് തിരിച്ചറിവുണ്ടായി മനസ്സിൽ. നിസ്സാര കാര്യമല്ല, വളരെ വലിയൊരു കാര്യമാണ്. വളരെ വലിയൊരു കാര്യമാണ് ഈ തിരിച്ചറിവ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ. അപ്പൊ അധികാരിത്വം നമുക്ക് വന്നിട്ടുണ്ട്. ഇനി അത് സാധന ചെയ്ത് എങ്ങനെ ആ സാക്ഷാത്കാരം നേടാം എന്നതാണ് നമ്മളിപ്പോ വിവേക ചൂടാമണി മുതലായ ഗ്രന്ഥങ്ങളിൽ കൂടി ശങ്കരാചാര്യ സ്വാമികൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ എത്ര ഭോഗം അനുഭവിച്ചാലും അവസാനമില്ല, തൃപ്തിയില്ല, വീണ്ടും വീണ്ടും ആഗ്രഹങ്ങൾ ജനിക്കുന്നു. പിന്നെ യയാതിയുടെയൊക്കെ കഥ അതിൽപ്പെട്ടതാണ്. ചില സത്യങ്ങൾ അയാൾ അറിയുന്നു. നേരത്തെ ഈ സത്യങ്ങളെല്ലാം മറയ്ക്കപ്പെട്ടിരുന്നു, ഇപ്പോൾ മറ നീങ്ങി. അതെങ്ങനെയാ നീങ്ങിയത്? അതിൽ കർമ്മകാണ്ഡത്തിന് തന്നെയാണ് പ്രസക്തി. കർമ്മകാണ്ഡം അതിലൂടെ സഞ്ചരിച്ച് നമ്മുടെ മനസ്സിനെ ഒരു പക്വതയിലേക്ക് ഉയർത്തി ധർമ്മപരമായ ജീവിതത്തിൽ കൂടി നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്നത് ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല, കർമ്മകാണ്ഡം തന്നെയാണ്. നമ്മളാരും ജ്ഞാനകാണ്ഡത്തിൽ പോയ ആൾക്കാരല്ല. ഇപ്പോ ജ്ഞാനകാണ്ഡത്തിലേക്ക് പ്രവേശിക്കാനുള്ള അധികാരിത്വം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ തീർച്ചയായിട്ടും കർമ്മകാണ്ഡം തന്നെയാണ്. നമ്മളെല്ലാം എത്രയോ നാൾ അമ്പലത്തിൽ പോയതിന്റെ ഗുണം, എത്രയോ നാൾ ഭാഗവതം വായിച്ചതിന്റെ ഗുണം, എത്രയോ നാൾ രുദ്രൻ ജപിച്ചതിന്റെ ഗുണം, എത്രയോ അർച്ചനകൾ ചെയ്തതിന്റെ ഫലം, എത്രയോ ഏകാദശി വ്രതം നോക്കിയതിന്റെ ഫലം, എത്രയോ ശിവരാത്രികൾ കൂടിയതിന്റെ ഫലം, എത്രയോ പ്രദോഷം കൂടിയതിന്റെ ഫലം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങള് കർമ്മകാണ്ഡത്തിൽ കൂടി നമ്മൾ ചെയ്തതിന്റെ അനന്തര ഫലമാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന ഈ പക്വത.
അപ്പൊ മറ നീങ്ങാൻ കാരണക്കാരനായത് കർമ്മകാണ്ഡം തന്നെയാണ്. ഈ വഴിയിൽ കൂടെ അത് ലഭിക്കുകയുള്ളൂ. അപ്പോ ഇത് മൂന്നാമത്തെ ഫലം, കർമ്മകാണ്ഡത്തിന്റെ മൂന്നാമത്തെ ഫലമാണ് ഈ മനപക്വത വരികയും സത്യത്തെ അന്വേഷിച്ചുള്ള യാത്ര തുടങ്ങുകയും ചെയ്യുന്നത്. കർമ്മകാണ്ഡമനുസരിച്ച് ധർമ്മപരമായി ജീവിച്ച് സുഖഭോഗങ്ങൾ കുറെയൊക്കെ അനുഭവിച്ചു കഴിയുമ്പോൾ ആ സുഖഭോഗങ്ങളുടെ അനിത്യത്വം വെളിപ്പെടുന്നു, ശാശ്വതമല്ല എന്ന് മനസ്സിലാകുന്നു. ഒരു അറിവും കൂടി കിട്ടും. അതായത് ഒരു ഭോഗവും പൂർണ്ണ സംതൃപ്തി തന്നില്ല എന്ന അറിവും കൂടെ നമുക്കിപ്പോൾ ഉണ്ട്. ഒരു ഭോഗം, ഇതുവരെ അനുഭവിച്ച ഒരു ഭോഗവും പൂർണ്ണ സംതൃപ്തിയെ തന്നിട്ടില്ല എന്ന് നാം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഭോഗങ്ങൾക്ക് പൂർണ്ണത തരാനുള്ള ശക്തിയില്ല എന്ന് നമ്മൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. ഭോഗങ്ങൾക്ക് പൂർണ്ണത തരാനുള്ള ശക്തിയില്ല എന്ന് നമ്മൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. ഇതുവരെ കഴിച്ച ഭക്ഷണവും സ്വീറ്റ്സും ഒക്കെ ആലോചിച്ചാൽ മതിയാവും, ഇല്ലേ? ഇതുവരെ കഴിച്ച ഭക്ഷണം എന്ന് വെച്ചാൽ എത്ര ഒരു കുന്നിന്റെ അത്രയും ഭക്ഷണം കഴിച്ചിട്ട്, ഒന്നല്ല എത്രയോ കുന്നുകളുടെ അത്രയും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും തൃപ്തിയായോ? ഇല്ല. സ്വീറ്റ്സ് കഴിക്കുന്ന ആള് എത്രയോ കാലമായി എത്ര സ്വീറ്റ്സ് കഴിക്കുന്നു, എത്ര ജിലേബി കഴിക്കുന്നു. ഇപ്പോഴും പുതിയൊരു ജിലേബി കണ്ടാൽ കിട്ടിയില്ലെങ്കിൽ അയ്യോ കഷ്ടം, കിട്ടിയാൽ ഒരെണ്ണം കൂടെ കിട്ടിയാൽ കൊള്ളാം. അപ്പൊ അതിന്റെ അനിത്യത്വം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒന്ന് പുറകോട്ട് നോക്കിയാൽ മതി. അപ്പോ ഒരറിവ്, ഓരോ സുഖത്തിലും ദുഃഖവും കലർന്നിരിക്കുന്നു. അതായത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സുഖം, എപ്പോൾ അത് കിട്ടാതാകുന്നു ഉടനെ ദുഃഖം. അപ്പോ ഓരോ സുഖത്തിലും ദുഃഖവും കലർന്നിരിക്കുന്നു എന്നുള്ളൊരു സത്യം നമുക്കിവിടെ മനസ്സിലാവും. ഓരോ സുഖത്തിലും ദുഃഖവും കലർന്നിരിക്കുന്നു എന്ന സത്യം നമുക്ക് മനസ്സിലാവും. ഇന്ദ്രിയങ്ങൾ കൊണ്ട് തുടർച്ചയായി സുഖം അനുഭവിക്കുമ്പോൾ വേറെ വലിയൊരു അറിവാണ് ഇവിടെ തരുന്നത്, വളരെ വലിയൊരു അറിവാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് സുഖങ്ങൾ തുടർച്ചയായി അനുഭവിക്കുമ്പോൾ ആ ഇന്ദ്രിയങ്ങൾ ബലഹീനരായി മാറുന്നുണ്ട്. ഇന്ദ്രിയങ്ങൾ വഴി സുഖഭോഗങ്ങളെ അനുഭവിച്ച് കൂട്ടുമ്പോൾ ആ ഇന്ദ്രിയങ്ങൾ ബലഹീനരായി മാറുന്നു എന്ന് നമുക്ക് കാണാം. അതിനാൽ അപ്പോഴും ദുഃഖം വരും. എനിക്ക് ഇതൊക്കെ കഴിക്കണം എന്നുണ്ട്, എന്ത് ചെയ്യാം? ഇപ്പൊ കഴിക്കാൻ പറ്റില്ല. പല്ലെല്ലാം പോയി, മുറുക്ക് കഴിക്കണം എന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റില്ല. ഉപ്പേരി വറക്കുമ്പോ അതിന്റെ മണം വരുമ്പോഴേ ആഗ്രഹമുണ്ട് ഉപ്പേരി കഴിക്കണമെന്ന്, കടിക്കാൻ പറ്റില്ല, എന്ത് ചെയ്യാം? ഇങ്ങനെ ഓരോരോ ഭക്ഷണത്തിന്റെ കാര്യത്തിലും ആദ്യം ഭക്ഷണം ഏറ്റവും പ്രധാനമാണല്ലോ, അവിടെ തന്നെ നമുക്ക് ഒരു തിരിച്ചറിവുണ്ടാകും. പറ്റുന്നില്ലല്ലോ എന്നുള്ള ബലഹീനതയുണ്ടല്ലോ എന്ന് മനസ്സിലാകും. അപ്പോ അങ്ങനെ ഒരു ദുഃഖം വരും. ആ ദുഃഖം വരുമ്പോഴാണ് വിവേകം എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നത്. ഇങ്ങനെ വരുമ്പോഴാണ് വിവേകം എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നു. ഒരു നാണയത്തിന്റെ രണ്ടു വശവും നമ്മൾ കാണുന്നു. ഒരു സുഖത്തിന്റെ കൂടെ ഒരു ദുഃഖമുണ്ട്. ആ സുഖമല്ല എനിക്ക് വേണ്ടത്, ദുഃഖത്തെ തരാത്ത നിത്യമായ സുഖമാണ് എനിക്ക് വേണ്ടത്. ഒരു നാണയത്തിന്റെ രണ്ടു വശവുമാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വേണ്ടത് അതല്ല, എനിക്ക് നിത്യമായ സുഖമാണ്, അനിത്യമായ സുഖമല്ല. ഈ ഒരു കുറവുമില്ലാത്ത ഒരു സുഖം വേറെ ഈ ലോകത്തിൽ ഉണ്ടോ? അനുഭവിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം മനസ്സിൽ വരുന്നു. അനുഭവിച്ച സുഖങ്ങളൊന്നും എന്നെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല അവ ലഭിക്കാതാകുമ്പോൾ എനിക്ക് ദുഃഖവും ഉണ്ടാകുന്നു. സുഖവും ഉണ്ട്, ദുഃഖവുമുണ്ട്, ഒരു രണ്ട് ഭാഗവും ഞാൻ അനുഭവിക്കുന്നു. പക്ഷേ ഓരോ സുഖവും അനുഭവിച്ച് മുന്നോട്ട് വന്നപ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങൾ ബലഹീനമായി പോയി. ഇനി എനിക്ക് പഴയ പോലെ അത് അനുഭവിക്കാൻ പറ്റില്ല, അപ്പോൾ ദുഃഖമുണ്ട്. അതേസമയം നിത്യമായ ഒരു സുഖം ഈ ഭൂമിയിൽ ലഭിക്കുമോ? എൻ്റെ ഈ ജന്മത്തില് ഒരു ദുഃഖവും ഇല്ലാത്തൊരവസ്ഥ എനിക്ക് ഉണ്ടാകുമോ? എൻ്റെ മനസ്സ് ആ ഒരവസ്ഥയിലേക്ക് എത്താൻ പറ്റുമോ? നിത്യമായ സുഖം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെനിക്ക് അനുഭവിക്കാൻ പറ്റുമോ എന്ന ചോദ്യം മനസ്സിൽ വരുന്നു. എന്നെ തൃപ്തിപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അതെങ്ങനെ ലഭിക്കും?
ഈ ഒരു ചിന്ത നമ്മളിൽ വരും. ഇപ്പൊ വന്നിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നത്. ആ ചിന്തയുടെ പേരാണ് മുമുക്ഷുത്വം. മുമുക്ഷുത്വം എന്നുള്ള വാക്ക് കേട്ടപ്പോ ഇതെന്തോ എന്ന് വിചാരിക്കണ്ട. നമ്മളുടെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥയാണ് മുമുക്ഷുത്വം. ഭൂമിയില് ശാശ്വതമായ ഒരു സുഖമുണ്ട്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറയും. ആനന്ദം പരമാനന്ദം എന്ന് പറയും. ആനന്ദം ബ്രഹ്മേതി രജാനാത് എന്ന് പറയും. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറയും. ആത്മാനന്ദം അനുഭവിക്കണം എന്ന് പറയും. അതനുഭവിച്ചാൽ പിന്നെ വേറൊന്നും അനുഭവിക്കാൻ തോന്നില്ല എന്ന് പറയും. ഒരിക്കൽ അത് അനുഭവിച്ചാൽ പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരില്ല എന്ന് പറയും. ഇതൊക്കെ ഉള്ളിൽ തോന്നുമ്പോ അപ്പോൾ എനിക്ക് അത് ലഭിക്കണം എന്നുള്ള തോന്നല് വന്നിരിക്കുന്ന ഈ അവസ്ഥയെ മുമുക്ഷുത്വം എന്ന് പറയും. അപ്പോൾ ആത്മാർത്ഥമായി നമ്മൾ ഇത് കേൾക്കുന്ന ഓരോരുത്തരും മുമുക്ഷുക്കളാണ്. ആ ഒരു നിത്യമായ സുഖത്തെ ആഗ്രഹിക്കുന്നവരാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അടുത്ത ദിവസം ശങ്കരാചാര്യർ പറഞ്ഞു തരും. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് വിവേക ചൂടാമണിയിൽ. നമുക്ക് മെല്ലെ മെല്ലെ അതിലോട്ട് പോകാം. അങ്ങനെ ഈ മുമുക്ഷുത്വം നമുക്കൊരു പ്രയോജനമായി മാറാനായിട്ട്, വേണ്ടതിനെ ലഭിക്കാനായിട്ട് ഭഗവാൻ ബാബ അനുഗ്രഹിക്കട്ടെ. ഭഗവാൻ എല്ലാവരും ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെന്നാണ് ഭഗവാൻ എപ്പോഴും പറയാറ്. ഇഹലോക സുഖത്തിൽ നിന്ന് മാറി നിത്യമായ സത്യമായ ആ ബ്രഹ്മാനന്ദത്തെ പ്രാപിക്കാൻ വേണ്ടി എല്ലാവരും പ്രയത്നിക്കണം എന്നാണ് ഭഗവാൻ എപ്പോഴും പറയാറ്. അപ്പൊ അതിനെ പോകാനായിട്ട് വിവേക ചൂടാമണി എന്ന ഗ്രന്ഥം നമുക്ക് വഴികാട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ ഉപസംഹരിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിറാം. സായിറാം സാർ. സായിറാം സാർ. സായിറാം സാർ. സായിറാം.